ചെങ്ങന്നൂരിൽ വെച്ച ഇന്ന് 8 പേർക്കാണ് പട്ടയം കിട്ടിയിരിക്കുന്നത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുകയാണ് പിണറായി സർക്കാരിൻ്റെ. തീർച്ചയായിട്ടും ഈ കാലത്തിനിടയിൽ 4,09,955 പേർ ഭൂമിയുടെ അവകാശികളായിട്ടുള്ള ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി സഹായിച്ച എല്ലാ സാർമാർക്കും ഞങ്ങൾ ഇതിന് നന്ദി അറിയിച്ചു. എനിക്ക് വലിയൊരു പ്രയാസത്തിലായിരുന്നു ഞാൻ ഈ വയസ്സുകാലത്തെ. അത് കിട്ടാതെ പോവല്ലോ എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടേ. അപ്പോൾ ഇത് കിട്ടിയോണ്ട് എനിക്ക് വളരെ വളരെ ഒത്തിരി സന്തോഷമാണ്. സന്തോഷമല്ല, വർഷങ്ങൾ നോക്കിയിരുന്നത് ഇന്ന് കിട്ടി. വലിയ സന്തോഷം. വീട് കിട്ടാൻ പിന്നെ മറ്റുള്ള പല ബാങ്കിലെ കാര്യമായിട്ടുള്ളതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു. വളരെ സന്തോഷം. പട്ടയം എന്ന് പറയുമ്പോൾ വർഷങ്ങളായി ഇല്ലാത്തതാണ്. ഞാൻ വർഷങ്ങൾ കൊണ്ട് ഞാൻ ചെറുനാട് ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ്. എനിക്ക് പട്ടയം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ സമയത്ത് ഇപ്പോഴാണ് എനിക്കതിനൊരു ഭാഗ്യമുണ്ടായത്. അതിന് ഞാൻ ഗവൺമെൻറ്റിനെയും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയെയും ബഹുമാനപ്പെട്ട സജി ചെറിയൻ അവരുകളെയും എല്ലാം പ്രത്യേകിച്ച് റവന്യൂ ഉദ്യോഗസ്ഥരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആയിരക്കണക്കിന് ആൾക്കാരെ പട്ടയം കൊടുത്തു. എനിക്ക് തോന്നുന്നത് ഇത് 3ാമത്തെ പട്ടയ മേളയാണ് ഇന്നിപ്പോൾ കൊടുത്തുൾപ്പെടും. 3 പ്രാവശ്യം നേരത്തെ 2 പ്രാവശ്യം കൊടുത്ത ചെങ്ങന്നൂരിൽ ഒരുമാതിരി പട്ടയം ലഭിക്കേണ്ടവർക്കെല്ലാം ലഭിച്ചു. ഇനിയും ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ ഭാഗമായി ലഭിക്കാത്തതേ ഉള്ളൂ. അതിന് പക്ഷേ അപേക്ഷയെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില റോഡ് പുറമ്പോക്കോ അങ്ങനെയൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ്, കുറച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുകയാണ് പിണറായി സർക്കാരിൻ്റെ. തീർച്ചയായിട്ടും ഈ കാലത്തിനിടയിൽ 4,09,955 പേർ ഭൂമിയുടെ അവകാശികളായിട്ടുള്ള ഒരു പുതിയ ചരിത്രം എഴുതുകയാണ്. കേരളത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന പട്ടയ മിഷൻ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ അധ്യക്ഷതയിൽ ചേരുന്ന പട്ടയ അസംബ്ലികളിൽ പഞ്ചായത്ത് മെമ്പർമാർക്കടക്കം തങ്ങളുടെ പ്രദേശങ്ങളിൽ ഇനി പട്ടയം ലഭിക്കാത്ത ആളുകളുടെ പേര് രജിസ്റ്റർ ചെയ്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ 3 മാസത്തിലൊരിക്കൽ കൃത്യമായ അദാലത്ത് നടത്തി. അങ്ങനെയാണ് ഇപ്പോൾ മണ്ഡലങ്ങളിലേക്ക് പട്ടയ വിതരണം നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നത്. ചെറിയ പട്ടയങ്ങളാണ് സാധാരണ നിലയിൽ ആലപ്പുഴയിൽ വിതരണം ചെയ്യാൻ പറ്റാറുള്ളത്. വലിയ ഗൗരവമായിട്ടുള്ള പട്ടയ പ്രശ്നങ്ങളില്ലാത്ത, എന്നാൽ ഉള്ളത് തന്നെ പല വിധത്തിലുള്ള നിയമക്കുരുക്കുകളിൽപ്പെട്ടാണ്. പക്ഷേ 1932 പട്ടയങ്ങൾ ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. വലിയ മുന്നേറ്റമാണ്. 2016 ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആര് മന്ത്രിയായിട്ടും ഞങ്ങൾക്ക് പട്ടയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് 5 ലക്ഷം പട്ടയങ്ങളായി അത് ഉയർത്താനുള്ള സംഘടിതമായ പരിശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്ങന്നൂരിലും. ഒരു ചോദ്യം, അതായത് കഴിഞ്ഞ തവണ പത്തനംതിട്ട പട്ടയമേള നടന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു 100 വർഷത്തെ പട്ടയ പ്രശ്നമാണ്, അതായത് പിതാക്കന്മാരുടെ കാലഘട്ടം മുതലുള്ള പ്രശ്നമാണ് പരിഹരിക്കുന്നത്. അത്ര സങ്കീർണമായ പ്രശ്നം പോലും നമ്മൾ പരിഹരിക്കുന്നുണ്ടല്ലേ? വളരെ സങ്കീർണമായിട്ടുള്ള 50-100 വർഷങ്ങളായി ഒരു കാരണവശാലും പറ്റാത്ത നിയമക്കുരുക്കുകൾ പോലും അഴിയിച്ച് ഇപ്പോൾ പത്തനംതിട്ടയിൽ അന്ന് നടന്ന പട്ടയമേളയിൽ അന്ന് ആവശ്യപ്പെട്ടിരുന്ന പട്ടയ പ്രശ്നങ്ങളൊക്കെ ഈ സെപ്റ്റംബറിൽ പൂർണ്ണമായിട്ടും എത്രയോ കാലമായി നമുക്ക് അടുക്കാൻ പറ്റാത്ത പട്ടയ പ്രശ്നങ്ങൾ, വനവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ, കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, ഇതെല്ലാം തീർക്കുകയാണ്. അതിനാണ് ഈ പട്ടയ മിഷൻ. വിവിധ വകുപ്പുകളെ കൂടി കൂട്ടിയിരുത്തി അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു പുതുചരിത്രമാകും. സാധാരണ LTയിലും കൈവശ ഭൂമിയിലും പട്ടയം കൊടുക്കുക എന്നുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അധികം കേന്ദ്രീകരിക്കാറ്. ഇപ്പോൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തീർത്താൽ തീരാത്ത പ്രശ്നമായി 30, 50, 100 വർഷങ്ങളുടെ പഴക്കമുള്ള പെരുമ്പട്ടി പോലെ, പത്തനംതിട്ടയിലെ പെരുമ്പട്ടി പോലെ വളരെ കാലങ്ങളായി, പെരുമ്പട്ടിയൊക്കെ ആരംഭിച്ച കാലം മുതൽ പട്ടയം കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അവിടുത്തെ ഡിജിറ്റൽ റീസർവേ പൂർത്തിയായി 700-ലേറെ ആളുകൾക്ക് അവരുടെ എല്ലാ രേഖകളും തയ്യാറാക്കുകയാണ്. അങ്ങനെയാണ് കേരളം മുഴുവൻ അത് നടക്കുന്നത്. അതിലാണ് ഗവൺമെൻറ് കേന്ദ്രീകരിക്കുന്നത്. എല്ലാ പട്ടയങ്ങളിൽ, പുതിയ അസൈൻമെൻറ്റ് പട്ടയങ്ങളിൽ നിയമങ്ങളോ ചട്ടങ്ങളോ മനുഷ്യന് അനുകൂലമായിട്ട് മാറ്റണമെങ്കിൽ ഈ ഗവൺമെൻറ് ഒരു മടിയുണ്ടാകില്ല. കാരണം അതൊരു അർഹനായ മനുഷ്യന് പട്ടയം കൊടുക്കാനാണ്. ആ വിധത്തിലാണ് ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത്. സാധാരണക്കാരെ ചേർത്ത് പിടിക്കുകയാണ് പിണറായി സർക്കാർ. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.